എന്താ കാതർക്ക പാലും കൊണ്ടാണല്ലോ വരവ്. സുബൈ ബാങ്ക് കൊടുക്കണം മുന്നേ പാലായിട്ട് വരുന്നോന്നല്ലേ നമ്മുടെ സുബൈർ. ഓനിപ്പം കിടപ്പിലായി പോയില്ലേ. വലിയ കഷ്ടാ ഓന്റെ കാര്യം. ഞാനിപ്പോ ആലോചിക്കണതല്ല, ഓനൊരു ഏട്ടണ്ടല്ലോ കബീർ, ഓനെ മനസ്സിനിലേക്ക് എണ്ണാൻ പറ്റുമോ? ഒരു കുടുംബത്തിന് വേണ്ടി രാവും പകലും ഇല്ലാതെ നായി ചത്ത പോലെ ചത്ത ചെക്കണ. ഒന്ന് വെതം കെട്ടപ്പോ ഒരാളും ഇല്ല. ദുഷ്ടനെ പടച്ചോൻ പന പോലെ വളർത്തൂന്നല്ലേ കാതർക്ക. സുബൈറിന്റെ വേർപ്പൊഴുക്കിയിട്ട് 4 നേരം നക്കാൻ കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? അതാ പറയണത്, ഒരാളി ഈ ലോകത്ത് സഹായിക്കരുത് എന്ന്. ആ തള്ളേന്റെയും വയ്യത്തോന്റെയും കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ ഗതി കിട്ടൂലോ അവർക്ക്. ഒന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കബീറിനൊന്ന് ഉപദേശിച്ചതാ. അപ്പൊ ഓൻ പറയാ അത് ഞമ്മളെ കുടുംബകാരിയാണ്, നിങ്ങൾ ഇടപെടണ്ട. മനുഷ്യ സ്നേഹികൾക്ക് ഈ ദുന്യാവിൽ ആയുസ് കുറവാന്ന് പറഞ്ഞത് വെറുതെ അല്ല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നുണ്ട്, സുബൈറിന് അത്ര പെട്ടെന്നൊന്നും പടച്ചോൻ വിളിക്കൂലെന്ന്. അത് ഈ പറഞ്ഞ കാര്യ അത്രയ്ക്ക് നല്ല മനസ്സാവണ്ടേ. ഓന്റെ സന്തോഷവും സങ്കടമൊക്കെ ഇടക്ക് കാണുമ്പോ എന്നോട് പറയും. തമാശക്കാണെങ്കിലും ഞാനും പറയും, ഒരലിന്റെ സങ്കടാണല്ലോ ഈ മദ്ദളത്തോട് പറയണതെന്ന്. എന്നാ പോട്ടെ കാതർക്ക. പോട്ടട്ടാ. ശരി എന്നാ. ഒന്ന് 4 6 7 12 13. ഇന്നെന്താ കട ഇത്ര നേരത്തെ അടച്ചത്? മേലും കയ്യൊക്കെ ഭയങ്കര വേദന. കൊച്ചിപ്പ വയ്യാതെ കിടന്നിട്ട് ഉപ്പ എന്താ കാണാൻ പോവാത്തെ? കൊച്ചിപ്പ പാവല്ലേ ഉപ്പ? എന്ത് ഇഷ്ടാന്നറിയോ കൊച്ചിപ്പാക്ക്? മോൾ അവിടെ ഇരുന്ന് പഠിക്കും. മോളുടെ ബുദ്ധി പോലും ഇല്ലല്ലോ മനുഷ്യ നിങ്ങക്ക്. മരുന്നിന് പോലും പൈസ ഇല്ലാണ്ട് നരകിക്കാ പാവം. അനക്കിതല്ലാണ്ട് വേറൊന്നും പറയാല്ലേ? പിന്നെ ഞാൻ എന്താ പറയാ? നിങ്ങൾ നന്നായി കാണാൻ എന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിച്ചവനാ സുബൈർ. നിങ്ങൾക്കൊരു കച്ചവടം തുടങ്ങാൻ വേണ്ടിട്ടല്ലേ 1 ലക്ഷം ഉറുപ്പിയ ഓൻ പലിശക്കെടുത്ത് തന്നത്. അതിന്റെ പേരിൽ ഇപ്പോ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടിരിക്കുക ആ പാവത്തിന്. ഓന്റെ കണ്ണീർ വീണാല് ഒരു കാലത്തും ഗുണം പിടിക്കില്ല നമ്മള്. അല്ലാ, അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്റെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഒരു സിയാറത്ത് ഉണ്ടായില്ല. അനക്ക് സുഖാണോന്ന് ഞാൻ ചോദിക്കണില്ല. നിങ്ങൾ കേറിയിരിക്കേ, ഞാൻ ചായ ഉണ്ടാക്കാം. ഇപ്പൊ വേണ്ട. ഇത് വെച്ച സുബൈറെ, ഇതുകൊണ്ടൊന്നും ആവൂലെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് മരുന്ന് വാങ്ങാണെങ്കിൽ ഉപകരിക്കും. ഈ മനസ്സ് വേദനിപ്പിക്കേണ്ട സുബൈറെ. ഇതിലും വലിയ സൂക്കടൊക്കെ വന്നിട്ട് ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്. അന്റെ സങ്കടം പടച്ചോ കേൾക്കാതിരിക്കൂല. ഈ നാടിന്റെ നാട്ടുകാരി മുഴുവൻ പ്രാർത്ഥന ഉണ്ടാവും എനിക്ക്. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നാളെ മറ്റന്നാളായിട്ട് ഞങ്ങൾ ഇവിടെ നടക്കും. നിങ്ങൾ കബീറിനോട് കാര്യം പറഞ്ഞില്ലേ? ഓനക്ക് വേണ്ടിട്ടല്ലേ കടം മേടിച്ചത്? കായിന്റെ കാര്യം പോട്ടെ, എന്റെ മോൻ ഇവിടെ ഇങ്ങനൊക്കെ കിടന്നിട്ട് ഒന്ന് വന്നിട്ട് കാണാനുള്ള സന്മനസ് കാണിക്കാത്തവനാണ് ഓന്. ഓനെ അങ്ങനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തണ്ട. മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ. ഓന് ചിലപ്പോ വന്ന് കാണാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അന്റെ ഈ വലിയ മനസ്സ് കാണാൻ ഓൻ പറ്റാണ്ട് പോയല്ലോ. ഇവിടുന്ന് ഇറങ്ങിയാല് തെരുവിൽ പോയി കിടക്കേണ്ടി വരില്ല. എനിക്കുണ്ടടാ ഒരു വീട്. അനക്കും ഉമ്മാക്കും എപ്പം വേണമെങ്കിലും അവിടെ വരാം. ആരും ഒന്നും പറയൂല.
കാണാൻ നമ്മൾ പോട്ടെ. ആ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ അന്റേക്കൊന്നും മേടിക്കാൻ വന്നതല്ല മോനെ. ശല്യം. അന്റെ ചോരോരുത്തൻ അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നുണ്ടടാ. എന്റെ മോന് സന്തോഷം വരുന്നൊരു കാര്യം പറയാൻ പോവുക. അനക്ക് വേണ്ടി കടം വാങ്ങിയ കായിന്റെ പേരിൽ എന്നെ സുബൈറിനെ ഒരേ നേർക്ക് വിടാൻ വേണ്ടി പോവുക. അനക്ക് മനസ്സ് കുളിരുന്ന കാഴ്ച കാണാൻ വേണ്ടിട്ട് ഈ അവിടെ വരണം. അനക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ വരണം. ഉമ്മ പോട്ടെ. അയ്യോ, എന്തിനിപ്പോ അങ്ങോട്ട് വന്നത്? ഉമ്മ, ഞാൻ മിണ്ടരുത്. എന്തിനിങ്ങോട്ട് വന്നത്? എന്നെ ഇവിടെ ആർക്കും കാണണ്ട. ഉമ്മ ഒന്നും പറയണ്ട, മോളിങ്ങി വന്നേ. മോളെ, ഈ കരയരുത്. എന്റെ കെട്ടിയോ ചോദിക്കല്ലേ കാക്ക. ഓക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയടാ, സ്നേഹിച്ച് കൊത്തി തീർന്നപ്പോ ഓരോന്ന് പാടെ നോക്കി പോയി. അറിയോ? ഉമ്മ, നിങ്ങൾ അകത്തേക്ക് പൊയ്ക്കോളി. എന്താ കുഞ്ഞിക്കൈ കാണുന്നേ? കുഞ്ഞാക്കന്റെ ചിറ കുടിഞ്ഞു മോളെ. അന്ന് ഒരിക്കലും കുഞ്ഞാക്ക കുറ്റപ്പെടുത്തുന്നില്ല. തെറ്റ് കുഞ്ഞാക്കയുടെ ഭാഗത്താ, ഞാൻ സമ്മതിക്കണം. ഈ വലിയ പെണ്ണായെന്നുള്ളതും അന്നെ കെട്ടിച്ചയക്കണമെന്നുള്ളതും കുഞ്ഞാക്ക മറന്നതല്ല. നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചില് അന്നെ കെട്ടിക്കാനുള്ള കാശ് കുഞ്ഞാക്കാക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതാണ് സത്യം. ഈ കരയരുത്. എന്റെ കണ്ണിന് കാണാനുള്ള ശക്തി കുഞ്ഞാക്കില്ല. ഇതെന്റെ പഴയ കുഞ്ഞാക്കയല്ല. ജീവൻ മാത്രം പടച്ചും ബാക്കി വെച്ച് ശരീരം മരവിച്ച് മയ്യത്തായ കുഞ്ഞാക്കയാണിത്. മോളെ, പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ചില്ലിന്റെ കൊട്ടാര. അത് പുറത്തുനിന്ന് കാണാൻ നല്ല രസ. സൂക്ഷിച്ചില്ലെങ്കിൽ അതോടെയും. ഉടഞ്ഞാലോ അതൊന്നിനും പറ്റൂല.
ഈ കരയണ്ട. നിങ്ങൾ എന്താ തീരുമാനിച്ചേ? നാളെ സുബേറിനെ ഉമ്മാനെ പൊരേന്ന് ഇറക്കും. ആ എറണാകുളത്തുള്ള ഒളിച്ചോടി പോയി കെട്ടിയൊന്ന് ഉപേക്ഷിച്ച് വീട്ടിൽ വന്നിക്ക. തെറ്റി പറ്റാത്തവരായി ആരാ ദുനിയാവിലുണ്ടാവും കബീർക്ക? അവര് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വന്നാല് നാട്ടുകാര് കുറ്റപ്പെടുത്തുക നമ്മളെ ആവും. അല്ലാ. സുബൈറെ, അന്നെന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാൻ പാടില്ലാത്താണെങ്കിലും ഞാൻ എന്നോടൊന്ന് ചോദിക്കട്ടെ. എൻ്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോളാം. അവൾക്കൊരു ജീവിതം കൊടുക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ടടാ. എന്നോട് ചോദിക്കാനുള്ള വലിയ മനസ്സുണ്ടായില്ല, അത് മതി. ഓൾക്ക് ഇങ്ങനെയൊക്കെ പടച്ചോൻ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിച്ചോളാം ഞാൻ. ഓൾക്ക് വേണ്ടി എന്റെ നല്ല ജീവിതം നശിപ്പിക്കണ്ട. വേണ്ട വേണ്ട, അവര് പുറത്തിറങ്ങി. ഉമ്മ, ആ ചാവി അങ്ങോട്ട് കൊടുത്തോളി. നമ്മളിനി എങ്ങോട്ടാ പോകുന്നേക്ക? എനിക്കറിയൂല മോളെ. പടച്ചോൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവട. പെരുവഴിയല്ലാതെ ഇനി എന്തു വഴിയാവുമ്പോ നമ്മുടെ മുന്നില്? നിങ്ങൾ പെരുവഴിയിൽ ഇറങ്ങുന്നത് കണ്ട് ആസ്വദിക്കാൻ വന്നതാവും അല്ലേ? ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഒരു ഉപകാരം കൂടി ചെയ്യേ. ഞങ്ങളെയൊക്കെ കൊന്ന മയ്യത്തായി തിന്നാണ്. എന്നാലെങ്കിലും തീരട്ടെ ഈ കിടപ്പാക. അയാള് ചത്തുപോകും. ഇവിടെ അല്ലാതെ വിചാരിച്ച അയാളെ വീടാണ്. എന്തിനാ പറഞ്ഞത്? ഓനെന്നെ കൊന്നോട്ടെ. അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഞാൻ അവനോട്. ഇന്നിവിടെ നിൽക്കണ ഉമ്മറാജി ധനികനായ ഉമ്മറാജി ആയിട്ടല്ല, സ്വന്തം മകൾക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി എന്റെ മുമ്പിൽ വന്ന് യാചിക്കുന്ന യാചകനായിട്ട്. എന്തൊക്കെയാണ് ആചാര്യ പറയുന്നത്? അതേ ഖദീജാത്ത, എന്റെ മോൾക്ക് വേണ്ടിയാ ഞാൻ ഇതുവരെ ജീവിച്ചേ. ഓളുടെ നന്മ കരുതിയാ ഞാൻ ഇതൊക്കെ ചെയ്തേ. പക്ഷെ ഓൾ എന്നെ തോൽപ്പിക്കുകയായിരുന്നു ഇവനെ സ്നേഹിച്ചുകൊണ്ട്. എന്റെ വാജിക്ക് എന്റെ മോളുടെ കല്യാണം ഞാൻ ഉറപ്പിച്ചു. നിശ്ചയം കഴിഞ്ഞു. അന്ന് രാത്രി
ഇഷ്ടങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിലയില്ലാത്ത വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാണ്. ജീവിക്കാനല്ല, മരിക്കാൻ. ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ ചിതറിക്കിടക്കുന്ന എന്റെ മയ്യത്ത് കാണാൻ നിങ്ങൾ വരരുത്. അതെനിക്ക് പൊരുത്തല്ല. എന്റെ ഇഷ്ടങ്ങൾക്ക് വിലയില്ലാത്ത ഈ ലോകത്ത് നിന്ന് എനിക്ക് ജീവിക്കണ്ട. ഈ ഒറ്റക്ക് പോണ്ട, ഞാനുണ്ട്. ഈ ഇല്ലാത്ത ലോകത്ത് ആർക്കു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്? ഈ അതിപ്പാനെ കൊല്ല്. ഉപ്പ ഉപ്പ അങ്ങനെയൊന്നും പറയല്ലേ. ഉപ്പ എന്നെവിടെ ഉണ്ടാവണം. ഉപ്പ തോറ്റുപോയി മോളെ. അന്റെ മുന്നില്, അന്റെ സ്നേഹത്തിന് മുന്നില് ഞാൻ കാരണം സുബറിന്റെ കാല് തളർന്നു. എന്റെ സമ്പാദ്യം മുഴുവൻ വിറ്റിട്ടാണെങ്കിലും ഞാൻ ഓൻ അനക്ക് കൊണ്ടുതരും. ഈ ദുനിയാവിലും എനിക്കാകെയുള്ള സ്വത്ത് ഈയാ മോളെ. ഈ ഉള്ള വേണ്ടെന്ന് പറഞ്ഞ ഓളി ദുനിയാവ് ഇത് പോവും മോനെ. ഞാൻ എന്റെ കാല് പിടിക്കാം. ഹാജിയാരെ, പഴയതിലും തെണ്ടിയ സുബൈർ കണ്ട, കിടപ്പാടം വരെ നഷ്ടപ്പെട്ടിപ്പോ പെരുവഴിയില്ല. അതുകൊണ്ട് ഇത് വേണ്ട ഹാജിയാരെ. സുബൈറെ, കണക്കിൽ കവിഞ്ഞ് സ്വത്തുണ്ട് എനിക്ക്. പക്ഷേ അതിലെല്ലാം വലുത് എനിക്ക് എന്റെ മോള. എനിക്കുള്ളതെല്ലാം ഓൾക്കാടാ. എനിക്കൊന്നറിഞ്ഞാ മതി, എന്റെ മോളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട് അനക്കെന്ന് പറഞ്ഞാ മതി. ജീവൻ മാത്രം അവശേഷിക്കുന്ന ഒരു മയ്യത്താണ് ഞാൻ. എന്നിട്ടും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്റെ കുടുംബവും നിങ്ങളുടെ മോളും തന്ന സ്നേഹ. സന്തോഷമായടാ. എന്റെ പഠിച്ചോനെ